പ്രിയമുള്ള കുട്ടികളെ, നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് പൊട്ടൻഷ്യൽ എനർജിയെക്കുറിച്ചും പൊട്ടൻഷ്യലിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് ആണ്. ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ ഡയഗ്രത്തിൽ രണ്ട് മെറ്റാലിക് പ്ലേറ്റ്സ് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇന്നർ സർഫസിൽ പോസിറ്റീവ് ചാർജസും നെഗറ്റീവ് ചാർജസും ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പ്ലേറ്റ്സും ഈക്വലൻ്റ് ഓപ്പോസിറ്റ് ചാർജ് കൊണ്ട് ചാർജ് ചെയ്തിരിക്കുകയാണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഇസ് ഡി. ഇലക്ട്രിക് ഫീൽഡ് ആക്ട്സ് ഫ്രം ദ പോസിറ്റീവ് പ്ലേറ്റ് ടു ദ നെഗറ്റീവ് പ്ലേറ്റ്. നേരെ അങ്ങോട്ട് ആക്ട് ചെയ്യുന്നു. നമുക്കറിയാം ഇങ്ങനത്തെ രണ്ട് പ്ലേറ്റുകൾക്കിടയ്ക്ക് ഒരു പൊട്ടൻഷ്യൽ വി ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആ പ്ലേറ്റുകൾക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഫീൽഡ് എന്ന് പറയുന്നത് E=σ/ε0 ആണെന്ന് നമുക്കറിയാം. എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യാതെ വരുന്നതാണ്. അതുകൊണ്ട് യൂണിഫോം ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡാണ് ഇതിന് ഇടയ്ക്ക് ഉണ്ടാകുന്നത്. ആ ഇലക്ട്രിക് ഫീൽഡിൽ ചില കാര്യങ്ങൾ നമുക്കിതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാവുന്നതാണ്. അതായത് ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് തന്നെ ഈ പോസിറ്റീവ് ചാർജിൻ്റെ പൊട്ടൻഷ്യൽ നെഗറ്റീവ് ചാർജിനെ അപേക്ഷിച്ച് വി ആണ്, അത്രയും കൂടുതലാണ്. വി എന്ന എമൗണ്ട് കൊണ്ട് കൂടുതലാണെന്ന് ആണ് മനസ്സിലാക്കുന്നത്. തിരിച്ച് പറഞ്ഞാൽ ഈ നെഗറ്റീവ് ചാർജുള്ള പ്ലേറ്റിൻ്റെ പൊട്ടൻഷ്യൽ പോസിറ്റീവ് ചാർജുള്ള പ്ലേറ്റിൻ്റെ പൊട്ടൻഷ്യലിനെ അപേക്ഷിച്ച് -v ആണെന്ന് പറയേണ്ടി വരും. അപ്പോൾ എന്തായാലും ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പൊട്ടൻഷ്യൽ വ്യത്യാസം അവിടെ നടക്കുന്നുണ്ട്. പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ്. ആ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് ആയിട്ട് നമുക്ക് ഫീൽഡിനെ പറയുകയും ചെയ്യാം. നമ്മളത് പഠിച്ചിട്ടുണ്ട്. അതായത് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇവിടെ ഈ കേസിൽ എന്തായിരിക്കും? V/d ആയിരിക്കും. ഇനി ഇതിലെ ഓരോ പൊട്ടൻഷ്യലും വ്യത്യസ്തമാണെന്ന് വിചാരിക്കാം. ഇവിടുത്തെ പോസിറ്റീവ് പൊട്ടൻഷ്യൽ മാക്സിമം പൊട്ടൻഷ്യൽ V ആണ്. അതിൽ നിന്ന് കുറഞ്ഞു വരുന്നു. ഇടയ്ക്കുള്ള ഒരു പോയിൻറ്റിലെ പൊട്ടൻഷ്യൽ V എന്ന നൊട്ടേഷൻ തന്നെ നമ്മളെടുത്ത് പറയുകയാണെങ്കിൽ ആ ഇടയ്ക്കുള്ള പോയിൻറ്റിൽ Q എന്ന ചാർജ്, ഒരു ടെസ്റ്റ് ചാർജ് വയ്ക്കുന്നു. ടെസ്റ്റ് ചാർജ് നമുക്കറിയാവുന്നതാണ്. വെരി വെരി സ്മോൾ ചാർജ് വിച്ച് ഡസ് നോട്ട് അഫക്റ്റ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജസ് ഓൺ ദ പ്ലേറ്റ്സ്. പ്ലേറ്റിലെ ചാർജുകളുടെ വിതരണത്തെ ഒരിക്കലും ബാധിക്കാത്ത രീതിയിൽ അത്രയ്ക്ക് ചെറുതായുള്ള വളരെ അനന്ത സൂക്ഷ്മമായിട്ടുള്ള ചാർജാണ് ടെസ്റ്റ് ചാർജ് എന്ന് പറയുന്നത്. അത്തരം ചാർജ് ഇതിലെ ഒരു പോയിൻറ്റിൽ, ഇടയ്ക്കുള്ള ഒരു പോയിൻറ്റിൽ വയ്ക്കുകയാണെന്ന് വിചാരിക്കുക. അവിടുത്തെ പൊട്ടൻഷ്യലാണ് V എന്ന് ധരിക്കുക. ഇതിലാകാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഫ്രീ സ്പേസിൽ എവിടെയെങ്കിലും ഇലക്ട്രിക് ഫീൽഡുള്ള സ്പേസിൽ ഒരു പ്രത്യേക പോയിൻറ്റിൽ V എന്ന പൊട്ടൻഷ്യലുള്ള പോയിൻറ്റിൽ നമ്മൾ Q എന്ന ചാർജ് വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും? നമുക്കറിയാം പൊട്ടൻഷ്യൽ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി അപ് ടു ദ പോയിൻറ്റ്. എന്ന് പറഞ്ഞാൽ യൂണിറ്റ് പോസിറ്റീവ് ചാർജിൻ്റെ പൊട്ടൻഷ്യൽ എനർജി തന്നെയാണ് V എന്ന് പറയുന്നത്. അപ്പോൾ V എന്ന് പറയുന്നത് എക്സ്പ്രസ് ചെയ്യുന്ന വോൾട്സിലാണ്. വോൾട്സ് എന്ന് പറഞ്ഞാൽ ജൂൾ പെർ കൂളംബ് എന്നറിയാം. എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ചാർജിൻ്റെ പൊട്ടൻഷ്യൽ എനർജി 1 ജൂളാണെന്ന് അർത്ഥം അവിടെ 1 വോൾട്ട് ആണെങ്കിൽ. അപ്പോൾ V എന്ന് പറഞ്ഞാൽ V വോൾട്ടാണ് അവിടുത്തെ പൊട്ടൻഷ്യലെങ്കിൽ യൂണിറ്റ് ചാർജിൻ്റെ പൊട്ടൻഷ്യൽ V ജൂൾസ് ആണെന്ന് പറയാം. അപ്പോൾ 2 യൂണിറ്റ് ആണെങ്കിൽ 2 × V ആയിരിക്കും. 3 യൂണിറ്റ് ആണെങ്കിൽ 3 × V ആയിരിക്കും. ഇവിടെ Q എന്ന ചാർജ് എന്ന് പറഞ്ഞാൽ അർത്ഥം Q യൂണിറ്റ് ചാർജസ് എന്നാണ്. സോ Q × V ഇസ് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ചാർജ്. Q = Q × V എന്ന് പറയാൻ പറ്റും. സോ വാട്ട് ഈസ് Q × V? ഇറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ചാർജ് പ്ലേസ്ഡ് അറ്റ് എ പോയിൻറ്റ് വെയർ ദ പൊട്ടൻഷ്യൽ ഈസ് V. Q × V. അതനുസരിച്ച് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ പൊട്ടൻഷ്യൽ V1 ആണെന്ന് വിചാരിക്കുക, ഇവിടുത്തെ പൊട്ടൻഷ്യൽ V2 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഒരു Q എന്ന ടെസ്റ്റ് ചാർജ് ഇവിടെ വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ Q × V1 ആയിരിക്കും. ഇവിടെയാണ് ആ ചാർജ് ഇരിക്കുന്നതെങ്കിൽ Q × V2 ആയിരിക്കും. അപ്പോൾ ഇവിടെ വയ്ക്കുന്ന ഒരു ചാർജ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ അവിടെ എത്തുമ്പോൾ അതിന് എത്ര എനർജി കിട്ടും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതെങ്ങനെയായിരിക്കും? ആദ്യം ഉണ്ടായിരുന്ന പൊട്ടൻഷ്യൽ എനർജിയായ Q × V1 മൈനസ് Q × V2 ആയിരിക്കും. ദാറ്റ് മീൻസ് Q × V1 മൈനസ് V2 ആയിരിക്കും എന്ത്? ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജിയുടെ ചേഞ്ച്. അഥവാ ഈ ഫീൽഡ് ആ പോസിറ്റീവ് ചാർജ് ചെയ്ത വർക്ക് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് V എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? അത് V1 മൈനസ് V2 ആയിരിക്കും. അപ്പോൾ V1 മൈനസ് V2 എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസാണ് നമ്മൾ V ആയിട്ട് എടുക്കുന്നത് എങ്കിൽ ഇവിടെ വയ്ക്കുന്ന Q എന്ന ചാർജ് ഇവിടെ വരെ എത്തുമ്പോൾ അതിനായിട്ട് ഫീൽഡ് ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് Q × V1 മൈനസ് V2. ആ Q × V തന്നെയായിരിക്കും. സോ ഇഫ് V is the potential difference between 2 points, then the work done in moving a charge Q from one point to the other point is given by Q × V. അപ്പോൾ Q × V എന്ന എമൗണ്ട് ഓഫ് വർക്ക് ഇവിടെ ചെയ്യുന്നത് മനസ്സിലാക്കാം.
ഈ ചെയ്യുന്ന എമൗണ്ട് ഓഫ് വർക്ക് എന്തായിട്ട് മാറും? ഈ പാർട്ടിക്കിളിൻ്റെ മാസ് എം ആണെങ്കിൽ, ക്യൂ എന്ന ചാർജുള്ള പാർട്ടിക്കിളിൻ്റെ മാസ് എം ആണെങ്കിൽ അതിൻ്റെ കൈനറ്റിക് എനർജി ആയിട്ട് മാറുക. അതാണ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം വി സ്ക്വയർ. ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ വി എന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിലൂടെ ക്യൂ എന്ന ചാർജുള്ള എം എന്ന മാസമുള്ള ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുകയാണെങ്കിൽ ഫീൽഡ് ചെയ്യുന്ന വർക്ക്, അതായത് പോസിറ്റീവിൻ്റെ സൈഡിൽ നിന്ന് നെഗറ്റീവിൻ്റെ സൈഡിലേക്ക് പോകുമ്പോഴാണ് ഫീൽഡ് ചെയ്യുന്ന ഈ വർക്ക് ക്യൂ വി എന്ന് പറയുന്നതായിട്ട് മാറുന്നത്, അതിൻ്റെ കൈനറ്റിക് എനർജി ആയിട്ട് മാറുന്നത്. സോ വി ഹാവ് ക്യൂ വി ഈക്വൽസ് ഹാഫ് എം വി സ്ക്വയർ. ഇതിന് വേണമെങ്കിൽ നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാം, അങ്ങനെ വെലോസിറ്റി തന്നിട്ടുണ്ടെങ്കിൽ മാസ് കണ്ടുപിടിക്കാം, അങ്ങനെ പലതും കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഈ ചാർജ് നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ നമ്മൾ ഇവിടെ വെക്കുകയാണെങ്കിൽ അത് ഇവിടം വരെ മൂവ് ചെയ്യുമ്പോൾ ചെയ്യപ്പെടുന്ന വർക്കായിരിക്കും ഇത് ക്യൂ ഇൻറ്റു വി എന്ന് പറയുന്നത്. വെക്കുന്ന ചാർജ് ക്യൂ നെഗറ്റീവ് ആണെങ്കിൽ ഈ ഭാഗത്ത് വയ്ക്കുകയാണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ആക്സിലറേറ്റ് ചെയ്ത് വരും, ഇവിടെ എത്തുമ്പോൾ ചെയ്യപ്പെടുന്ന വർക്കായ അത് അതിൻ്റെ കൈനറ്റിക് എനർജി ആയിട്ട് തന്നെ മാറുകയും ചെയ്യും. ഇനി കൈനറ്റിക് എനർജി ഇതുപോലെ കൂടുന്നത് എപ്പോഴാണ്? പൊട്ടൻഷ്യൽ എനർജി ഡിക്രീസ് വരുമ്പോഴാണ്. ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി ഒരു പാർട്ടിക്കിൾ ഇവിടെ വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയുടെ ഡിക്രീസാണ് ഇവിടെ എത്തുമ്പോൾ എന്തായിട്ട് മാറുന്നത്? കൈനറ്റിക് എനർജി ആയിട്ട് മാറുന്നത്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അനുസരിച്ച് പോകുന്നതാണത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാവുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, സ്പേസിൽ എവിടെ ഈ ചാർജ് വെച്ചാലും ശരി അവിടെയൊക്കെ പൊട്ടൻഷ്യൽ എന്താണോ അത് ഇൻറ്റു അവിടുത്തെ പൊട്ടൻഷ്യലായിരിക്കും അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ചാർജ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ള രണ്ട് പോയിൻറ്റ്സിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ചെയ്യപ്പെടുന്ന വർക്ക് ആ ഫീൽഡാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ എന്തായിട്ട് മാറും? കൈനറ്റിക് എനർജി ആയിട്ട് മാറും. നേരെ മറിച്ച് കൈനറ്റിക് എനർജി ഉള്ള പാർട്ടിക്കിൾ ഫീൽഡുള്ള ഭാഗത്തേക്ക് വരികയാണെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ ചെറിയൊരു ഹോൾ ഉണ്ടെന്ന് വിചാരിക്കുക, ഹൈ സ്പീഡിലൊരു പോസിറ്റീവ് ചാർജ് ഇങ്ങോട്ട് എൻ്റർ ചെയ്തെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ഇത് റിപ്പൽ ചെയ്യും. അപ്പോൾ അതിൻ്റെ കൈനറ്റിക് എനർജി കുറയും. ഇവിടെ എത്തുമ്പോൾ ജസ്റ്റ് ഇവിടെ എത്തുമ്പോൾ കൈനറ്റിക് എനർജി 0 ആയെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ കൈനറ്റിക് എനർജി ഇവിടെ എത്തുമ്പോൾ ഉള്ള പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറി എന്ന് പറയാൻ പറ്റും. ആ കേസിൽ നമുക്കെന്ത് പറയാം? ക്യൂ ഇൻറ്റു വി ഈക്വൽസ് ഹാഫ് ഇൻറ്റു എം വി സ്ക്വയർ എന്ന് തന്നെ പറയാൻ പറ്റും. ആ വ്യത്യാസം വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇനി ഈ പ്ലേറ്റുകളുടെ അറേഞ്ച്മെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ഇവിടെ കിട്ടുന്ന പാർട്ടിക്കിളിൻ്റെ ആക്സിലറേഷൻ നമുക്ക് കാണാമെന്നുള്ളതാണ്. അപ്പോൾ ഒരു പാർട്ടിക്കിൾ ക്യൂ എന്ന ചാർജുള്ള പാർട്ടിക്കിൾ എം എന്ന മാസുള്ള പാർട്ടിക്കിൾ ഇവിടെ വയ്ക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് അത് ആക്സിലേറ്റ് ചെയ്യപ്പെടും. നമുക്കറിയാം ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ നമുക്കറിയാം. സോ ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ പാർട്ടിക്കിൾ ഈസ് ക്യൂ ഇൻറ്റു ഇ. ഇതായിരിക്കും ഫോഴ്സ് ആക്ടിങ് ഓൺ ദ പാർട്ടിക്കിൾ. ഈ ഫോഴ്സിനെ അതിൻ്റെ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ ആക്സിലറേഷൻ കിട്ടും. സോ ആക്സിലറേഷൻ ഈക്വൽ ക്യൂ ഇൻറ്റു ഇ ഡിവൈഡഡ് ബൈ എം. ഈ ആക്സിലറേഷൻ കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഡി എന്ന ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമ്പോൾ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനും പറ്റും. എന്തായിരിക്കും അത്? ഇപ്പോൾ എസ് ഈസ് ഈക്വൽ ടു ഡി എന്ന് കൊടുക്കാൻ പറ്റും. സോ വി ഈസ് ഈക്വൽ ടു വാട്ട്? ഫൈനലായിട്ട് അത് അക്വയറുന്ന വെലോസിറ്റി എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? വി ഹാവ് ദ റിലേഷൻ വി സ്ക്വയർ ഈക്വൽസ് യു സ്ക്വയർ പ്ലസ് 2as. വാല്യൂസ് കൊടുക്കുകയാണെങ്കിൽ വിയുടെ വി തന്നെയായിട്ട് എടുക്കാം. സോ യു സ്ക്വയർ എന്ന് പറഞ്ഞാൽ റെസ്റ്റിൽ നിന്ന് ആരംഭിക്കുന്നത് ഇവിടെ വെച്ച് കൊടുക്കുകയാണ്. സോ 0 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ എന്ന് പറയുന്നത് ക്യു ഇ ഡിവൈഡഡ് ബൈ എം ആയിരിക്കും എ ഇൻറ്റു ഡി. ഡി ഈസ് ദ ഡിസ്റ്റൻസ്. ഈ രീതിയിൽ നമുക്ക് അതിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കാനും പറ്റും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് ചാർജസ് ആണ്. അതിൽ ആദ്യം പരിഗണിക്കുന്നത് Q1 എന്ന ചാർജ് അത് ഒരു പോയിന്റിലിരിക്കുന്നു. Q2 എന്ന് പറയുന്ന ചാർജ് രണ്ടാമത്തെ പോയിന്റിലിരിക്കുന്നു. ഇത് തമ്മിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് R12 എന്ന് മാർക്ക് ചെയ്യാം. ഇത് A എന്ന പോയിൻ്റ് ആയിക്കോട്ടെ, ഇത് B എന്ന പോയിൻ്റ്. ഇത് ഒരു അറേഞ്ച്മെൻ്റ് ആണ്. ടു ചാർജസ് ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് R12 ഇൻ ദ ആബ്സെൻസ് ഓഫ് ആൻ എക്സ്റ്റേണൽ ഫീൽഡ്. ഒരു എക്സ്റ്റേണൽ ഫീൽഡ് ഈ സിസ്റ്റത്തിന് വെളിയിൽ നിന്നുള്ള ഫീൽഡ് അവിടെ ഇല്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ രണ്ട് ചാർജുകൾ ഇത്രയും ഡിസ്റ്റൻസ് സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും? ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സിസ്റ്റം ഈസ് ദ വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് ദ ചാർജസ് ഫ്രം ദയർ ഇൻഫിനിറ്റ് സെപ്പറേഷൻ ടു ദ പ്രസൻറ്റ് പോയിൻറ്റ്സ്. ഇപ്പോൾ ഇപ്പോഴുള്ള പോയിൻറ്റ്സിലേക്ക് അനന്തമായ അകലത്തിൽ നിന്ന് ഈ രണ്ട് ചാർജുകളെയും അടുപ്പിക്കുമ്പോൾ, ഇവിടം വരെ കൊണ്ടുവരുമ്പോൾ പരസ്പരമുള്ള റിപ്പൾസീവ് ഫോഴ്സിനെതിരായിട്ട് ചെയ്യപ്പെടുന്ന വർക്കായിരിക്കും അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി. ഇത് നമുക്ക് പൊട്ടൻഷ്യലിൻ്റെ ഐഡിയ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പറയാം. എന്താണ്?
ഇവിടെ എ എന്ന പോയിന്റിൽ Q1 എന്ന ചാർജ് ഇരിക്കുന്നതായിട്ട് സങ്കല്പിക്കാം. അങ്ങനെയാണെങ്കിൽ ആ Q1 എന്ന ചാർജ് കൊണ്ട് ബിയിലെ പൊട്ടൻഷ്യൽ നമുക്ക് പറയാം. എന്തായിരിക്കും പൊട്ടൻഷ്യൽ ഡ്യൂ ടു ദ ചാർജ് Q1 അറ്റ് ദ പോയിന്റ് ബി ഈസ് ഗിവൺ ബൈ V equals 1 by 4 pi epsilon 0 into Q1 divided by the distance is R12. So this is the potential of the charge Q1 at the point B. B എന്ന പോയിന്റിലെ പൊട്ടൻഷ്യലാണ്. ഇതിൻ്റെ മീനിങ് ആലോചിച്ചാൽ തന്നെ നമുക്ക് ഈ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ പറ്റും. എന്താണ് പൊട്ടൻഷ്യൽ? ദിസ് ഈസ് എ വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി അപ് ടു ദ പോയിന്റ് ബി, ഓർ ഇറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ യൂണിറ്റ് ചാർജ് പ്ലേസ്ഡ് അറ്റ് ബി എന്ന് പറയാം. സോ വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ചാർജ് Q2 പ്ലേസ്ഡ് അറ്റ് ബി? ഇറ്റ് ഈസ് നാച്ചുറലി given by U equals or U12 എന്ന് പറയാൻ പറ്റും. U12 ഈക്വൽസ് എന്താണ്? Q2 ഇൻറ്റു V എന്ന് പറയാൻ പറ്റും. ദാറ്റ് മീൻസ് ദിസ് ഈസ് 1 by 4 pi epsilon 0 ഇൻറ്റു Q1 Q2 ഡിവൈഡഡ് ബൈ R12. ഇതാണ് എന്ത്? ദിസ് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സിസ്റ്റം ഓഫ് ടു ചാർജസ് സെപ്പറേറ്റ് ബൈ ദ ഡിസ്റ്റൻസ് R12. ഓക്കെ, ഇനി നമ്മൾ 3 ചാർജ് ഉണ്ടെങ്കിൽ എന്താണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പരിശോധിക്കാൻ പോവുക. അപ്പോൾ ഈ അവസ്ഥയിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഈ ഒരു പൊട്ടൻഷ്യൽ എനർജി ഓൾറെഡി ഈ ഇതിനുണ്ട്, 2 ചാർജസിനുണ്ട്. ആ ഒരു കേസിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും റിപ്പൾസീവ് ഫോഴ്സിനെതിരായിട്ട് ഇൻഫിനിറ്റി ഡിസ്റ്റൻസിൽ നിന്ന് ഏത് കൊണ്ടുവരുന്നു? Q3 എന്ന് പറഞ്ഞ ചാർജ് കൊണ്ടുവരുന്നു. അപ്പോൾ ചെയ്യപ്പെടുന്ന വർക്ക് എന്തായിരിക്കും? ഇത് രണ്ടും ചേരുമ്പോഴുള്ള പൊട്ടൻഷ്യൽ എനർജി വരും, ഇത് രണ്ടും ചേരുമ്പോഴുള്ള പൊട്ടൻഷ്യൽ എനർജി വരും. അതുകൂടി കൂട്ടുമ്പോൾ ടോട്ടലായിട്ടുള്ള പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് നമുക്ക് U എന്ന് എടുക്കാം. സോ U വിൽ ബി ഈക്വൽ ടു U12 പ്ലസ് U13 പ്ലസ് U23, ഇത്രയും വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു 1 by 4 pi epsilon 0 into Q1 Q2 divided by R12 plus 1 by 4 pi epsilon 0 into Q1 Q3 divided by R13 plus 1 by 4 pi epsilon 0 into Q2 Q3 divided by R23. ഇതായിരിക്കും പൊട്ടൻഷ്യൽ എനർജി of the system of 3 charges. So what is the potential energy of the system? It is a work done in assembling the charges to the present positions from their initial infinite separation. തുടക്കത്തിലെ അനന്തമായ അകലങ്ങളിൽ നിന്ന് ഈ പോയിൻറ്റ്സിലേക്ക് ഈ ചാർജുകളെ അസംബിൾ ചെയ്യാനായിട്ട് കൊണ്ടുവരാനായിട്ട് ചെയ്യപ്പെടുന്ന വർക്കാണ് ആ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി. ഇറ്റ് ഈസ് ഗോൺ ബൈ ദിസ്. അപ്പോൾ അതിൽ 1 by 4 pi epsilon 0 വെളിയിലായിട്ട് എഴുതാം. അങ്ങനെയാണെങ്കിൽ 1 by 4 pi epsilon 0 ഇൻറ്റു എന്ത് കിട്ടും? Q1 Q2 ഡിവൈഡഡ് ബൈ R12 പ്ലസ് Q1 Q3 ഡിവൈഡഡ് ബൈ R13 പ്ലസ് Q2 Q3 ഡിവൈഡഡ് ബൈ R23. So this is the potential of the 3 charges. ഇനി സപ്പോസ് ദർ ആർ n ചാർജസ്, സ്മോൾ n നമ്പർ ഓഫ് ചാർജസ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ കേസിൽ പൊട്ടൻഷ്യൽ എനർജി എന്താണെന്ന് സ്റ്റേറ്റ് ചെയ്യാൻ പറ്റും. അതൊന്ന് ശ്രദ്ധിക്കുക. സ്മോൾ n ചാർജസ് ഉണ്ടെങ്കിൽ ദ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സിസ്റ്റം ഓഫ് n ചാർജസ് ഗോൺ ബൈ U is equal to half into sigma I varies from 1 to n. Then sigma j varies from 1 to n, but j not equal to I of എന്തായിരിക്കും? 1 by 4 pi epsilon 0 ഉണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് വെളിയിലെടുത്തെഴുതാം. ദാറ്റ് മീൻസ് അത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്കിതിന് പകരം ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് U is equal to half into half വരും 1 by 4 pi epsilon 0 into this into Qi Qj by Rij. ഇതായിരിക്കും പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സിസ്റ്റം ഓഫ് n ചാർജസ് ഇൻ സ്പേസ്. ഇതിലൊരു ഹാഫ് വരുന്നതിന് കാരണം ഈ സിഗ്മ നോട്ടേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഇതിൻ്റെ സം കണ്ടുപിടിക്കുമ്പോൾ 2 പ്രാവശ്യം കൗണ്ട് ചെയ്യപ്പെടും. എന്ന് പറഞ്ഞാൽ
ഐയുടെ വാല്യൂ 1 ആവുന്നു, അപ്പോൾ ജെയുടെ വാല്യൂ 2 ആകുന്ന കേസ് ഒരു കൗണ്ട് ചെയ്യപ്പെടും. അതുപോലെ തന്നെ ജെയുടെ വാല്യൂ 1 ആകുമ്പോൾ ഐയുടെ വാല്യൂ 2 ആകുന്നുള്ള രീതി കൗണ്ട് ചെയ്യപ്പെടും. അപ്പോൾ 1 2 എന്നുള്ളത് 2 1 എന്നുകൂടി കൗണ്ട് ചെയ്യപ്പെടുന്നു. 2 പ്രാവശ്യം ഓരോന്ന് കൗണ്ട് ചെയ്യപ്പെടുന്നു. ഒന്ന് QI QJ എന്നുള്ള രീതിയിൽ, മറ്റത് QJ QI എന്നുള്ള രീതിയിൽ കൗണ്ട് ചെയ്യപ്പെടുന്നു. അങ്ങനെ 2 പ്രാവശ്യം വരുന്നുണ്ട്. സിഗ്മ നൊട്ടേഷൻ വരുമ്പോൾ അതിൻ്റെ പകുതിയെ ആക്ച്വലായിട്ടുള്ളത് കിട്ടുകയുള്ളൂ. കാരണം ഇവിടെ ഓരോന്നും അങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ഇത് കിട്ടത്തില്ല. അപ്പോൾ Q1 Q2 പകരം Q2 Q1 എന്ന് എഴുതിയാൽ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു അറേഞ്ച്മെൻ്റ് അല്ല, അത് ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഹാഫ് ചേർക്കുന്നത് മനസ്സിലാക്കുക. സോ if there are n charges, then the total potential energy of the system of n charges is given by U equals half into 1 by 4 pi epsilon 0 into sigma I varies from 1 to n and sigma j varies from 1 to n QI QJ RIJ. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം J നോട്ട് ഈക്വൽ ടു I എന്ന് പറഞ്ഞാൽ ഒരു ചാർജ് അതിനോട് തന്നെ ഇൻട്രാക്ട് ചെയ്യുന്നതായിട്ട് എടുക്കാൻ പറ്റില്ലെന്ന് അതിൻ്റെ അർത്ഥം, വേറൊന്നുമല്ല. സോ ദിസ് ഈസ് ദ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് സ്മോൾ n ചാർജസ്. ഇതുവരെയുള്ളതാണ് നമുക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കാനുള്ളത്. പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് 3 ചാർജസ് വരെയും വ്യക്തമായിട്ട് പഠിക്കുക, ഇത് അറിഞ്ഞിരിക്കുക. ഓക്കെ, പ്രിയമുള്ള കുട്ടികളെ, നമുക്ക് ഇനി അല്പം വ്യത്യസ്തമായ ലേശം ഇമാജിനേഷനൊക്കെ ആവശ്യമുള്ളൊരു പ്രോബ്ലമാണ് ചെയ്യാൻ നോക്കുന്നത്. ശ്രദ്ധിക്കുക. എ നമ്പർ ഓഫ് ചാർജസ് ഈച്ച് ഈക്വൽ ടു Q form the vertices of a 3-dimensional figure such that the distance between any two charges is r. Find the potential energy of the system. ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? ചാർജസ് തന്നിട്ടുണ്ട്. ആ ചാർജസ് ഒരു 3-dimensional ഫിഗറിൻ്റെ വെർട്ടിസസിലിരിക്കുകയാണ്. ആ ഫിഗറിൻ്റെ പ്രത്യേകത എന്താണ്? such that the distance between any two charges is r. അങ്ങനെയാണെങ്കിൽ അതിൽ 2 ചാർജിൻ്റെ മാത്രം പൊട്ടൻഷ്യൽ എനർജി നമ്മൾ എഴുതുകയാണെങ്കിൽ എന്തായിരിക്കും? ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് 2 ചാർജസ് ഗൺ ബൈ 1 by 4 pi epsilon 0 ഇൻറ്റു Q1 Q2 എന്ന് പറഞ്ഞാൽ Q ഇൻറ്റു Q ഡിവൈഡഡ് ബൈ R. ഇതായിരിക്കും ഒരു പെയർ ഓഫ് ചാർജിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ഇത്തരം എത്ര പെയേഴ്സ് അതിലുണ്ട് അതനുസരിച്ച് നമുക്ക് ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സിസ്റ്റം കണ്ടുപിടിക്കാൻ പറ്റും. ഈ ക്വസ്റ്റിനുള്ള ഒരു പ്രശ്നം എന്താണ്? നമ്പർ ഓഫ് ചാർജസ് എത്രയാണ് തന്നിട്ടില്ല, പക്ഷേ തന്നിട്ടുള്ള ഇൻഫർമേഷൻ എന്ത് മാത്രമാണ്? ഫോം എ 3-dimensional ഫിഗറാണ്. 3-dimensional ഫിഗറിൻ്റെ പ്രത്യേകത ഇവിടെ പറയുന്നുണ്ട്, അതാണ് നമ്മൾ അനലൈസ് ചെയ്യുന്ന കാര്യം. സച്ച് ദാറ്റ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി 2 ചാർജസ് ഈസ് r. അങ്ങനെയുള്ള ഒരു 3-dimensional ഫിഗർ ഏതാണെന്ന് നമുക്ക് ആലോചിച്ചാൽ കിട്ടും. ഏതായിരിക്കും? ഒരു 3-dimensional ഫിഗറിൻ്റെ സൈഡ് നമ്മൾ സാധാരണ പറയുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻസ് കൊണ്ട് ഫോം ചെയ്യുന്ന ഒരു 3-dimensional ഫിഗറിൻ്റെ സൈഡ് എന്ന് പറയുന്നത് എന്താകാം? അതിൻ്റെ ഒരു മുഖം അല്ലെങ്കിൽ ഒരു ഫേസ് എന്ന് പറയുന്നത് ഒരു സ്ക്വയർ ആകാം, അല്ലെങ്കിൽ അത് ഒരു ട്രയാങ്കിൾ ആകാം, ഹെക്സഗൺ ആകാം, ഒക്ടഗൺ ആകാം, അങ്ങനെ പലതും ആകാം. പക്ഷേ ഈ കേസിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിൽപ്പെട്ട ഒരു സൈഡ് വേണം അതിന് വരാൻ. അങ്ങനെയാണെങ്കിൽ അതൊരു റെക്റ്റാങ്കിളോ സ്ക്വയറോ ആവാൻ തരമില്ല. പിന്നെ അടുത്തൊരു സാധ്യത എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ മാത്രമാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്? ട്രയാങ്കിളിലാണ് എന്തില്ലാത്തത്? ഡയഗണലില്ലാത്തത്. ഡയഗണലുള്ള ഏത് 2-dimensional ഫിഗറിനും എന്തുണ്ടായിരിക്കും? അതിൻ്റെ ഡയഗണലിൻ്റെ എൻഡിലുള്ള പോയിൻറ്റ്സിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ സൈഡിലുള്ള പോയിൻറ്റ്സിൻ്റെ ഡിസ്റ്റൻസിനേക്കാളും കൂടുതലായിരിക്കും. അപ്പം അങ്ങനെ ഒരു സാധ്യത ഇവിടെ നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് ഏതായിരിക്കും രൂപമെന്ന് ആലോചിക്കേണ്ടി വരും ഫസ്റ്റ്. അപ്പോൾ ഒരു സൈഡ് ട്രയാങ്കിൾ ആകാനാണ് സാധ്യത എന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ അത് 3-dimension ആണെങ്കിൽ എത്ര വേണ്ടി വരും? വെർട്ടെക്സ് നമുക്ക് ഇമാജിൻ ചെയ്താൽ അത് കിട്ടും. എത്ര വേണ്ടി വരും? വെർട്ടെക്സ് 4 വെർട്ടെക്സ് വേണ്ടി വരും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെ ഇതായിരിക്കും ആ ഫിഗർ എന്ന് പറയുന്നത്. ഇങ്ങനെ വരും. ഇതിൻ്റെ സൈഡ്സ് എല്ലാം ഈക്വലാണ്, വരച്ചതിൽ അല്പം വ്യത്യാസം വരുന്നു മാത്രമേ ഉള്ളൂ. അങ്ങനെ സൈഡ്സ് എല്ലാം ഈക്വൽ ആകുമ്പോൾ ഈക്വൽ സൈഡ്സിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 6 തന്നെയാണില്ല. ഈ ഒരു ഫിഗറേ പോസിബിളായിട്ടുള്ളൂ. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഹിയർ ദ നമ്പർ ഓഫ് ചാർജസ് വിൽ ബി എത്രയായിരിക്കും? 1 2 3 4 4 ചാർജസ് ആയിരിക്കും. അതുകൊണ്ട് ആ 4 ചാർജസിൽ നിന്ന്
രണ്ടെണ്ണം ഇത് എത്രണ്ണം എടുക്കാൻ പറ്റുമോ അത്രയും ടൈംസ് ഈ വാല്യൂ വരും. ഏത്? ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി. നിങ്ങൾ മാത്തമാറ്റിക്സ് പഠിച്ചിട്ടുണ്ട് 4 ക്വാണ്ടിറ്റീസിൽ നിന്ന് 4 തിങ്സിൽ നിന്ന് 2 വീതം എടുക്കാവുന്ന എത്ര പേഴ്സ് കിട്ടും? ദാറ്റ് ഈസ് നമ്പർ ഓഫ് കോമ്പിനേഷൻ ഓഫ് 4 തിങ്സ് ടേക്കൺ 2 അറ്റ് എ ടൈം എന്ന് പറഞ്ഞാൽ 4C2 വേസിൽ എടുക്കാം. മാത്സ് ഉപയോഗിച്ച് അങ്ങനെ ചിന്തിക്കാം, അതല്ലെങ്കിൽ എണ്ണി നോക്കാം. എന്താണ്? 1 2 3 4 5 6 പേഴ്സ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് യു എന്തായിരിക്കും? യു ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു ദിസ്. ഈ രീതിയിൽ എടുക്കുകയാണെങ്കിൽ 4C2 കണ്ടുപിടിക്കാൻ പറ്റും. എന്തായിരിക്കും അത്? 4 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2 ഈക്വൽ 6. അങ്ങനെ നമ്മൾ എണ്ണം കണ്ടുപിടിക്കുന്നു. അതുകൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. സോ ദ ആൻസർ വിൽ ബി എന്തായിരിക്കും ആൻസർ? ദിസ് വിൽ ബി 3/2 പൈ എപ്സിലോൺ 0 ഇൻറ്റു ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ. ഇതായിരിക്കും അതിൻ്റെ ആൻസർ. അപ്പോൾ എത്ര ചാർജസ് ഉണ്ടെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസറിലൂടെ പറയാൻ കഴിയണം. എത്ര ചാർജസ് ഉണ്ടാവും? 4 ചാർജസ് ഉണ്ടാവും. കാരണം ഇതാണ് ഒരേ ഒരു പോസിബിലിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ളത്. ഓക്കെ, ഇനി ഇത് തന്നെ ഈ ക്വസ്റ്റ്യൻ തന്നെ മറ്റൊരു വശം നമുക്ക് ആലോചിക്കാം. ഇത് തിരിച്ച് ചിന്തിക്കാം. അതായത് നേരെ ഈ വാല്യൂ തരികയാണ്. ദ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് ചാർജസ് ഈസ് ഗിവൺ ബൈ 3/2 പൈ എപ്സിലോൺ 0 ഇൻറ്റു ക്യൂ സ്ക്വയർ ബൈ ആർ എന്ന് തന്നെന്ന് വിചാരിക്കാം. അതിൽ നിന്ന് ഫൈൻഡ് ദ നമ്പർ ഓഫ് ചാർജസ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ എന്തായിരിക്കും മാർഗം? അതും കൂടി ഇവിടെ നമുക്ക് അനലൈസ് ചെയ്തേക്കാം. എന്ന് പറഞ്ഞാൽ ഈ കേസിൽ നമുക്കറിയില്ല n ചാർജസ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ n ചാർജസ് ഉണ്ടെങ്കിൽ 2 വീതം എടുക്കാവുന്ന കോമ്പിനേഷൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ NC2 ആണ്. മാത്സ് പഠിച്ച് നമുക്കറിയാം. സോ NC2 നമ്പർ ഓഫ് ചാർജസ് വരും. അത് ഇൻറ്റു 2 ചാർജസിൻ്റെ ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ എനർജി, അത് മാത്രം കൊണ്ടുള്ള പൊട്ടൻഷ്യൽ എനർജി പറഞ്ഞാൽ ദിസ് ഇൻറ്റു ക്യൂ ബൈ ആർ ആയിരിക്കും. ഇത് എന്തിന് ഈക്വലായിരിക്കും? തന്നിട്ടുള്ള പൊട്ടൻഷ്യൽ എനർജിയായ 3/2 പൈ എപ്സിലോൺ 0 ഇൻറ്റു ക്യൂ സ്ക്വയർ ബൈ ആറിന് തുല്യമായിരിക്കും. അതിൽ നിന്ന് നമുക്ക് സിംപ്ലിഫൈ എടുക്കാൻ പറ്റും. അതായത് ഇവിടെ എങ്ങനെ എടുക്കാൻ പറ്റും നോക്കി? n ഇൻറ്റു n-1 ബൈ 1 ഇൻറ്റു 2 ആണ് ഏത്? NC2 എന്ന് പറയുന്നത്. ബാക്കി ടേംസൊക്കെ സിംപ്ലിഫൈ ആണെങ്കിൽ ക്യൂ സ്ക്വയർ ബൈ ആർ 2 സൈഡിലും പോകും. 4 പൈ 2 പൈ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ ഒരു 2 കിട്ടും. എപ്സിലോൺ 0 പോകും. അപ്പോൾ ദിസ് 1/2 ഇവിടെ കിട്ടും. ദിസ് ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. നോക്കുക, ക്യൂ സ്ക്വയർ ബൈ ആർ 2 സൈഡിലും ഉണ്ട്, അത് ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ 4 പൈ എപ്സിലോൺ 0 2 പൈ എപ്സിലോൺ 0 ആയിട്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 2 ഇവിടെ കിട്ടും. NC2 ഇങ്ങനെ കിട്ടും. NC2 ബാക്കി പോയി കിട്ടുന്നത് റൈറ്റ് സൈഡ് 3. അപ്പോൾ ഇതിൽ നിന്ന് സിംപ്ലിഫൈ ആണെങ്കിൽ എന്തായിരിക്കും? n ഇൻറ്റു n-1 ഈക്വൽസ് 12. n ഇൻറ്റു n-1 12 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് എന്നിൻ്റെ വാല്യൂ എന്തായിരിക്കും? അപ്പോൾ n² മൈനസ് n ഈക്വൽസ് 12. ദാറ്റ് ഈസ് n² മൈനസ് n മൈനസ് 12 ഈക്വൽസ് 0. ഓർ ഇറ്റ് ഈസ് n മൈനസ് 4 ഇൻറ്റു n മൈനസ് n പ്ലസ് 3 ഈക്വൽസ് 0. മൾട്ടിപ്ലൈ ആണെങ്കിൽ n² കിട്ടും. ദെൻ 3n മൈനസ് 4n മൈനസ് n ആയി. ദെൻ -4 ഇൻറ്റു പ്ലസ് 3 12 ആയി. അപ്പോൾ അതിൽ n-4 ഇസ് ഈക്വൽ ടു 0 ആകാം, അല്ലെങ്കിൽ n പ്ലസ് 3 ഈക്വൽ 0 ആകാം. പക്ഷേ ഇത് n ഈക്വൽസ് ഒരു നെഗറ്റീവ് നമ്പർ കിട്ടുന്നതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യാം. സോ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? n-4 ഈക്വൽ 0 ഓർ n ഈസ് ഈക്വൽ ടു 4. നമ്പർ ഓഫ് ചാർജസ് 4 ആണെന്ന് കിട്ടി. അങ്ങനെ ഒരു ചോദ്യം വരികയാണെങ്കിൽ ആ രീതി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ പ്രോബ്ലത്തിൻ്റെ വിവിധ വശങ്ങൾ ആലോചിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ വേണം? നമ്മൾ ഇമാജിൻ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ നമ്മൾ റീസൺ ചെയ്യേണ്ടി വരും. ഡയഗണൽ ഇല്ലാത്തതിൻ്റെ കേസിലാണ് ഇത് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. ഡയഗണൽ ഇല്ലാത്ത സൈഡ്സ് വേണം എന്നുള്ള കാര്യം. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ കൂടി മറക്കരുത് എന്ന് മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. ഓക്കെ.